എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയല്ലോടാ. നിനക്കല്ലായിരുന്ന കെട്ടാനങ്ങ് പൂതി മൂത്തുന്നത്. എടാ ഞാൻ ഇത് കല്യാണമായിട്ടാണോ ബിസിനസ് ആയിട്ടല്ലേ കണ്ടത്? അവന്റെ ഒരു പ്ലാനിങ്. ഇവിടെ കണ്ടവന്റെയൊക്കെ കല്യാണത്തിന് എന്റെ വാപ്പായ്മ കൊടുത്തതിന് കൈ കണക്കില്ല. ഞാനൊരു 10 lakhs എങ്കിലും പിരിയുമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിഴിഞ്ഞല്ലോ എല്ലാവരും. ആ തൊട്ടിമുക്കിലെ തൊട്ടിച്ചാടി മൂത്താപ്പാട മോട്ട കല്യാണത്തിന് ഞങ്ങൾ 25,000 രൂപ കവറിലിട്ട് തൊലിച്ചത്. എന്നിട്ട് അങ്ങേരെ എത്ര വന്നു? അവ അതേ കവർ 251 രൂപ ഒരു കിണ്ടർജോയുടെ കളിപ്പാട്ടോ. ഓ അറുത്തായിക്ക് മസാല അയച്ചു കളഞ്ഞല്ലോടാ. പന്തൽ ജബ്ബാർ കാശിന് കൊലക്കുറ്റം ചെയ്തല്ലോ. മിക്കവാറും ഒരു കൊല നടക്കും. അവന് സ്റ്റേജ് അരയണം വേണോന്ന് പറഞ്ഞിട്ട് കിട്ടാനിട്ട് 2 താറാവിനെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത ആ താറാവിന്റെ ഇക്ക എന്റെ കല്യാണത്തിന് എത്ര സംഭാവന കിട്ടിയില്ല. അംബാനിയുടെ കല്യാണത്തിന് എത്ര രൂപ പിരിഞ്ഞത്? എന്റെ കണക്കൂട്ടലൊന്ന് പിഴച്ച്. എടാ പിഴച്ചോനെ ആന മുക്കുന്നുണ്ട് ആട് മുക്കരുത്. അതെന്നെ കാട്ടം കിട്ടും കവറിൽ. അതുകൊണ്ട് നാളെ എന്റെ കാട്ടം കിട്ടണം. കാശ് അത് തന്നെ. നമ്മുടെ തറവാട്ടിലൊക്കെ കയറുകൂടെ നീ? ഇതാണ് എന്റെ മകൻ കണിയാപുരം കോവിലത്തെ ഉറങ്ങും തമ്പുരാൻ. ഇവനെന്താ ഇങ്ങനെ കിടക്കുന്നു? സ്വപ്നത്തിൽ ഭയങ്കര ഓട്ടക്കാരനാ, ജീവിതത്തിൽ ഞാനും. സ്ലീപ്പു ദീപു അച്ഛന് അതല്ല, ഞാനാ നിന്റെ അച്ഛൻ. പണ്ട് കൊച്ചിലെ ഇവ ഉറങ്ങാത്തോണ്ട് ഞാനും ബിന്ദുവിനും ഒരുപാട് ശകാരിക്കുമായിരുന്നു. ആ ദേഷ്യത്തിൽ ഇപ്പൊ 24-ാമത്തെ വയസ്സിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. പോയി 2 പാല് വാങ്ങിച്ചോട്ടാ, പിന്നെ ചായ ഇട്ട് കൊടുക്കാനുള്ള. ഫ്രിഡ്ജിൽ തൈരേ ഉള്ളൂ. തൈര് സാധം ഉണ്ടാക്കിക്കോട്ടെ. സുമതി അക്കാവോടെ തൈര് സാധം പ്രമാദം. കുറച്ചുകൾ ചെന്നൈ പോയി ഉറങ്ങിയായിരുന്നേ, അതിന്റെ. എടാ നീയായിരുന്നാ? ഞാൻ തന്നെ വിചാരിച്ചു മുക്കമ്പോരൊക്കെ ബാത്റൂമില്. സംഭവിച്ച ബ്ലസ്സിക്കും പൃഥ്വിരാജിനും തെറ്റുവെച്ച സംഭവം ഇവനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് തല വെട്ടി വെച്ചാൽ മതിയായിരുന്നു. പുള്ളി വെറുതെ ട്രാൻസ്ഫർമേഷൻ ചെയ്തോളൂ. ബോഡി ചെയ്യുന്നോടാ പട്ടി. അയ്യോ, ബോഡി ഉള്ളവർക്കേ ഷെയ്മാവേണ്ട കാര്യമുള്ളൂ. നീ ആത്മാവല്ലേ? എന്തുവാ ഒന്നുമില്ല, എന്റെ അനിയല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കാ. എനിക്ക് അടുത്ത മിസ്റ്റർ കോഴിക്കോട് ആവാനുള്ള മോനെ ജട്ടിയിട്ട് കോഴിക്കോട് പോയിരുന്ന മിസ്റ്റർ കോഴിക്കോട് ആവൂല. അച്ഛാ നീ +2 കഴിഞ്ഞില്ലേ? ഇനി എന്തോ എന്റെ പ്ലാൻ? എനിക്ക് അർണോൾഡ് ആവണം. ആദ്യം നീ ആരോ റൂട്ട് കഴിച്ചൊന്ന് വളരടാ. അല്ലെങ്കിൽ പണ്ടച്ചൻ ബേക്കറി കൊണ്ടുവരുമ്പോ ഉണ്ണിയപ്പവനും കുഴലപ്പോ എനിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുഴല് പോലെ. ചിറക്ക് ഇത് എവിടെ പോയി? എന്റെ അടുത്ത് ലുലു വരാനാ പറഞ്ഞത്. ഇതിലേതൊരാ പ്രതിമ? വടി കൊച്ചി നമ്മുടെ അടിയിലാണ്, അണ്ടറിലാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഒറ്റ ഒരുത്തന്നെ വിശ്വസിക്കരുത്. സോറി, മൈ മിസ്റ്റേക്ക്. നീ ഇപ്പൊ നാട്ടിലോട്ടൊന്നും വരാത്ത എന്ത്? നാട്ടിലതിന് എന്തോ ഉണ്ട് മച്ചാനെ. കൊച്ചി ഉണ്ടല്ലോ വൈബാണ്. നീ ഇവിടെ താമസം ഫ്ലാറ്റ് ഉണ്ട്, തമ്മനത്തെ ഫ്ലാറ്റ് ഉണ്ട്, 2 BHK. ഞാൻ എപ്പോഴും അങ്ങനെ പറയാത്തല്ലേ. ലുലുവിൽ എപ്പോഴും അങ്ങ് തിരക്കല്ലടാ. പിന്നെ ഒരു ദിവസം വന്നിട്ട് ഞാൻ എന്നെ തന്നെ കളഞ്ഞു പോയി. ഈ കൊച്ചിയിലൊക്കെ ഭയങ്കര സീനാന്ന് കേട്ടല്ലേ? സീന ആരെങ്കിലും മുട്ടാൻ വന്ന എന്താണ് മച്ചാനെ? റോങ് ആണാ? തമ്മന സുൽഫിയുടെ ആളാന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. സോറി. എന്താണ് മച്ചാ റോങ്ങാ? തമ്മന സുൽഫി മേത്തോട്ട സീനാണ്. കൊച്ചി പുള്ളിയുടെ അണ്ടറില്ല. എന്തുട്ടൊക്കെ കാണിക്കണേ? ഇതൊരു പ്രാങ്ഷാണ്. ഇതോടെ ക്യാമറ ഇരിക്കണ്ട. തൃശ്ശൂർ കിട്ടിയ യൂട്യൂബ് ചാനൽ പ്രാങ്കാർന്നാ? ഇല്ല, ഇപ്പൊ 3 കയറി പൊട്ടിച്ചേനെ. ശരി എന്നാ. അല്ല നിന്റെ സ്ലാങ് അവിടെ പോയി. നിന്റെ അടുത്തൊക്കെ പറഞ്ഞില്ലേ കണ്ണാടിയിട്ട് അവരെ വിശ്വസിക്കില്ലെന്ന്. ഇപ്പൊ പിടിച്ച് ഒട്ടിച്ചേനെ. വായോ.